എക്സ്പെൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു കഥയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ചാത്തനെ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് കഥകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കഥയും അതുപോലെ തന്നെ ഒന്നാണ്. ഈ കഥ നടന്നിട്ട് അധികം കാലമായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ നാട്ടിലെ ഒരു നാട്ടുകാരനാണ് ഈ കഥ എന്നോട് പറഞ്ഞത്. കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ കൊടികുത്തി വാണ ഒരു ബിസിനസ്സാണ് ഭൂമി കച്ചവടം. GSTയും അതുപോലുള്ള നിയമക്കുരുക്കുകളും കൂടിയതോടുകൂടി ഭൂമി കച്ചവടം എന്ന പരിപാടി നിലച്ചു. അന്ന് ഭൂമി കച്ചവടത്തിന്റെ ഇടനിലക്കാരായ ബ്രോക്കർമാർ ഒരുപാട് കാശുണ്ടാക്കിയിരുന്നു. ഭൂമി കച്ചവടത്തിൽ ഭൂമിയുടെ വിലയുടെ ശതമാനം അവർക്ക് കിട്ടിയിരുന്നു. അങ്ങനെയാണ് അവരുടെ കയ്യിൽ ഒരുപാട് സമ്പത്ത് വന്നു ചേർന്നത്. ആ കാലത്ത് അവർ ഒരുപാട് ഭൂമികൾ കച്ചവടത്തിന് വേണ്ടി വാങ്ങിക്കൂട്ടി. GST വന്നതോടുകൂടി പലരുടെയും കയ്യിൽ ആ ഭൂമികൾ ഇന്നും ഒരു ഉപകാരമില്ലാതെ കിടക്കുകയാണ്. ഈ കഥ നടക്കുന്നത് GST വരുന്നതിനും തൊട്ടു മുമ്പുള്ള ഒരു കാലത്താണ്. ഇതിലെ വില്ലൻ ഒരു പറമ്പ് കച്ചവടക്കാരനും. നമുക്ക് കഥയിലേക്ക് കടക്കാം. വിദേശത്ത് പെട്രോളിയം കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ധനികനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നാട്ടിൽ വരുമ്പോഴൊക്കെ നാട്ടിലെ കണ്ണായ സ്ഥലങ്ങൾ അയാൾ വാങ്ങി അയാളുടെ പേരിലിടാറുണ്ട്. നല്ല തുക കിട്ടുമ്പോൾ അത് വിൽക്കുകയും ചെയ്യും. അയാളുടെ എല്ലാ ഭൂമി കച്ചവടങ്ങളുടെയും ബ്രോക്കർ ഈ മേൽപ്പറഞ്ഞ വില്ലൻ കഥാപാത്രമാണ്. അതുവഴി അയാൾക്ക് ഒരുപാട് രൂപ കമ്മീഷനും കിട്ടാറുണ്ട്. അങ്ങനെയിരിക്കെ ഒരിക്കൽ നാട്ടിൽ വന്ന സമയത്ത് അയാളുടെ നാട്ടിൽ തന്നെയുള്ള കവലയിലെ ഒരു ഭൂമി അയാൾക്ക് കണ്ടിഷ്ടപ്പെട്ടു. ഈ ഭൂമിയുടെ കാര്യം കച്ചവടക്കാരനുമായി സംസാരിക്കുകയും ചെയ്തു. കവലയിൽ അടുത്ത് തന്നെ നല്ല വികസനം വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ ധനികനായ വ്യക്തി ഏതുവിധേനയും ആ ഭൂമി കൈക്കലാക്കണമെന്ന ആഗ്രഹത്തിലെത്തിച്ചേർന്നു. ഇപ്പോൾ ആ ഭൂമിയുടെ രൂപം എന്ന് പറയുന്നത് ഒരു എൽ ഷേപ്പ് ആകൃതിയിലാണ്. തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ ഭൂമി കൂടി കയ്യിൽ വന്നെങ്കിൽ മാത്രമേ ആ ഭൂമിക്ക് കൃത്യമായ ഒരു ചതുരാകൃതി കിട്ടുകയുള്ളൂ. വിദേശത്തുള്ള വ്യക്തിക്ക് എങ്ങനെയായാലും ആ ഭൂമി ചതുരാകൃതിയിൽ വേണം എന്ന നിർബന്ധത്തിലെത്തി. അതിനുവേണ്ടി ഈ കച്ചവടക്കാരനെ ചട്ടം കെട്ടിച്ച് ആ വീട്ടുകാരോട് പോയി ആ ഭൂമി അയാൾക്ക് നൽകണം എന്ന ആവശ്യം പറയാൻ ഏൽപ്പിച്ചു. ആ വീട്ടുകാരാകട്ടെ ആ ഭൂമി വിൽക്കുന്നില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു. പറമ്പ് കച്ചവടക്കാരൻ പലതരത്തിലുള്ള ഓഫറുകൾ ആ വീട്ടുകാർക്ക് നൽകി. അതിലൊന്നും അവർ കുലുങ്ങിയില്ല. അവസാനം മോഹവില വരെ പറഞ്ഞു നോക്കി. എന്നിട്ടും ആ വീട്ടുകാർക്ക് ഒരു കുലക്കവുമില്ല. ഇത് വിദേശത്തുള്ള വ്യക്തിയേക്കാൾ കൂടുതൽ പറമ്പ് കച്ചവടക്കാരന് വാശിയിലാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമി അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇതിന്റെ കച്ചവടം നടന്നു കഴിഞ്ഞാൽ അതിന്റെ 1% ഇയാൾക്ക് കിട്ടും. ആ 1% എന്ന് പറയുന്നത് തരക്കേടില്ലാത്ത തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് തരത്തിലായാലും ഈ വീട്ടുകാരെ ഈ ഭൂമിയിൽ നിന്നും ഒഴിവാക്കുക തന്നെ. അങ്ങനെ ഒരു കാര്യം അയാൾ ഉറപ്പിച്ചു. അതിനുവേണ്ടി അയാൾ തന്ത്രങ്ങൾ ഒരുപാട് പയറ്റി നോക്കി. ഒന്നും വിചാരിച്ച പോലെ അങ്ങേൽക്കുന്നില്ല. തന്ത്രം പയറ്റി മടുത്ത അയാൾ ഇനി മന്ത്രത്തിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വീട്ടുകാർക്കെതിരെ കൂടോത്രം ചെയ്ത് അവരെ അവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാം എന്ന തീരുമാനത്തിലേക്ക് ഇയാൾ എത്തിച്ചേർന്നു. അതിനു പറ്റിയ ഒരാളെ അന്വേഷിച്ചായി പിന്നീട് അയാളോട് നടത്തി. അങ്ങനെയിരിക്കുമ്പോഴാണ് ആ ഭാഗത്ത് വന്ന് താമസിക്കുന്ന, അതായത് വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന ഒരു തമിഴനെ കുറിച്ച് അയാൾ അറിഞ്ഞത്.
തമിഴിനാണെങ്കിൽ അത്യാവശ്യം ചാത്തൻ സേവയുണ്ട് എന്നാണ് പലരുടെയും പറച്ചിൽ. അങ്ങനെ ഇയാൾ ആ തമിഴനെ പോയി കണ്ടു, കാര്യമറിയിച്ചു. തമിഴൻ പറഞ്ഞു, കാര്യം നടന്നാൽ എനിക്ക് നല്ലൊരു തുക പ്രതിഫലമായി തരണം. ശരി, നല്ലൊരു തുക തന്നെ നിനക്ക് ഞാൻ പ്രതിഫലമായി തരാം. ബ്രോക്കർ അത് അംഗീകരിച്ചു. തമിഴൻ പറഞ്ഞതനുസരിച്ച് 41 ദിവസം. 41 ദിവസത്തിനുള്ളിൽ ആ വീട്ടിൽ ആവശ്യത്തിനുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ വേഗം തന്നെ അവർ ആ വീട് ഒഴിഞ്ഞു പോകും എന്ന് വാക്ക് കിട്ടി. ബ്രോക്കർക്ക് സമാധാനമായി. ബ്രോക്കർ ഒരു കുറുക്കനെ പോലെ ആ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ശ്രമങ്ങൾ നടത്തി. തമിഴൻ പറഞ്ഞതുപോലെ തന്നെ പൂജയ്ക്ക് ശേഷം വീട്ടിൽ കലഹങ്ങൾ തുടങ്ങി. അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഈ തമിഴൻ പറഞ്ഞത്, പൂജ ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ, മറ്റാരും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ബ്രോക്കർ ഒരു കാരണവശാലും പൂജയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ്. പൂജ നടന്നു എന്നാണ് ബ്രോക്കറുടെ വിശ്വാസം. അതിനുശേഷം വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെത്തി. വീട്ടിലെന്നും കലഹം, വീട്ടുകാർ തമ്മിൽ എന്നും സ്വരച്ചേർച്ച, അച്ഛനും മക്കളും തമ്മിൽ എന്നും മിണ്ടാതെ നടക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എന്നുവേണ്ട ആ വീട്ടിലെ പെൺകുട്ടി മറ്റൊരാളുമായി ഒളിച്ചോടിപ്പോവുകയും ചെയ്തു. ഇത് സഹിക്കാതെ ആ വീട്ടുകാർ ആ വീട് പറഞ്ഞ വിലയ്ക്ക് ഈ വിദേശിക്ക് വിറ്റ് നാടുവിട്ടു. ആ ബ്രോക്കർക്ക് അയാൾ ആഗ്രഹിച്ച പോലെയുള്ള തുകയും കിട്ടി. ആ വീട്ടുകാർ ഇപ്പോഴെവിടെയാണ് താമസിക്കുകയെന്ന് ആ നാട്ടിൽ ആർക്കും അറിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. ഇനിയാണ് യഥാർത്ഥ പ്രശ്നങ്ങളുടെ തുടക്കം. വിദേശത്തുള്ള അയാളുടെ കയ്യിലേക്ക് ഭൂമി എത്തിയതിനു ശേഷം ഒരു മുന്നറിയിപ്പുമില്ലാതെ വിദേശത്തുണ്ടായിരുന്ന അയാളുടെ നല്ല ജോലി നഷ്ടപ്പെട്ട് അയാൾ നാട്ടിലേക്ക് വരേണ്ടി വന്നു. അവിടെ എന്തോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. ആ കേസിന്റെ ആവശ്യത്തിന് വേണ്ടി നാട്ടിലുള്ള കുറെ ഭൂമികൾ കിട്ടിയ വിലയ്ക്ക് ഇയാൾ വിൽക്കേണ്ടി വന്നു. സാമ്പത്തികമായി ഇയാൾ ഒരുപാട് തളർന്ന് വളരെ മോശം അവസ്ഥയിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അവിടെ തന്നെ ഒരു കട ഇയാൾ തുടങ്ങി. ആ കടയും പൊളിഞ്ഞു. പിന്നീട് ഇയാൾക്ക് വരുമാനത്തിനു വേണ്ടി ആദ്യം നമ്മൾ പറഞ്ഞിരുന്ന ആ വീട്ടിലേക്ക് ആൾക്കാരെ വാടകയ്ക്ക് നിർത്താൻ തുടങ്ങി. ഒരു രക്ഷയുമില്ല. വാടകക്കാർക്കൊന്നും ആ വീട്ടിൽ നിൽക്കാനേ പറ്റുന്നില്ല. കൂടി വന്നാൽ ഒരാഴ്ച, അതിനുശേഷം അവിടുന്ന് എല്ലാവരും ഓടേണ്ടി വന്നു. ഈ വിദേശി അവസാനം നമ്മളുടെ ബ്രോക്കറുടെ അടുത്തെത്തിച്ചേർന്നു. എന്താണ് ഈ വീട്ടിലെ പ്രശ്നം? ബ്രോക്കർക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാം എങ്കിൽ കൂടി അത് വിദേശിയോട് പറയാൻ നിന്നില്ല. ബ്രോക്കർ ഒരു കാര്യം ആലോചിച്ചു. കർമ്മത്തിന് ശേഷം കാര്യം സാധിച്ചപ്പോൾ തമിഴൻ പറഞ്ഞ തുക കൃത്യമായി അയാൾ തമിഴനെ ഏൽപ്പിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ നടക്കുന്നത്? ആ സമയമായപ്പോഴേക്കും തമിഴൻ ആ നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോയിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബ്രോക്കർ ഇയാളുടെ പിന്നാലെ ഇറങ്ങി. ഇയാളെ കൃത്യമായി അറിയാവുന്ന ആളുകളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് ബ്രോക്കർക്ക് ഒരു സത്യം മനസ്സിലായത്. തമിഴൻ ചാത്തനെ സേവിക്കുന്ന ഒരാളല്ല. തമിഴന്റെ കൂട്ടുകാരനാണ് ചാത്തൻ സേവകൻ. ചാത്തൻ സേവകൻ എന്ന് പറയുന്ന ഈ കൂട്ടുകാരൻ നല്ലൊരു ഉപാസകനാണ്. അയാൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നല്ല ഫലത്തിലെത്തിച്ചേരും. ഈ തമിഴന്റെ രീതി എന്താണെന്ന് വെച്ചാൽ, തമിഴന്റെ പ്രധാന പരിപാടി വീടുകളിൽ നടന്ന് അവിടുത്തെ ജാതിമരങ്ങൾ വെട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ കൃഷികൾക്ക് വേണ്ടത്ര സഹായങ്ങൾ ചെയ്യുന്നതും. പിന്നെ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ചാത്തന് വെച്ച് തീർത്തു തരാമെന്ന് പറഞ്ഞ് ആ വീട്ടുകാരിൽ നിന്നും കാശ് വാങ്ങും. എന്നിട്ട് കുറഞ്ഞ കാശ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരന് കൊടുത്തിട്ട് അദ്ദേഹം ചാത്തന്റെ കർമ്മങ്ങൾ ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കും. പ്രശ്നങ്ങൾ തീർത്തതിനു ശേഷം കിട്ടുന്ന
പ്രതിഫലം ഈ തമിഴൻ ഒരു കാരണവശാലും ഈ സേവകന് കൊടുക്കുകയില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചാത്തന്റെ സഹായത്തോടെ ആ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കുകയും വീണ്ടും ചാത്തന് അതിന്റെ പ്രതിഫലം കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ചാത്തൻ ആ വീടിനെതിരെ തിരിയും, അവിടെ ദോഷങ്ങൾ വരുത്തുകയും ചെയ്യും. ഈ കാര്യമാണ് ബ്രോക്കറുടെ കേസിലും ഈ തമിഴൻ ചെയ്തു വച്ചിരിക്കുന്നത്. പ്രതിഫലം ബ്രോക്കറുടെ കയ്യിൽ നിന്നും കൃത്യമായി തമിഴൻ എണ്ണി വാങ്ങി. അതിനുശേഷം ചാത്തന്റെ മഠത്തിൽ ഈ കാശ് കൊണ്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ചാത്തൻ എന്ത് കർമ്മത്തിനാണോ ആ വീട്ടിലേക്ക് എത്തിയത്, ആ കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്ന് ചാത്തന് വേണ്ടിയുള്ള പ്രതിഫലം ചാത്തന്റെ കയ്യിലെത്തുന്നു, അന്ന് മാത്രമേ ചാത്തൻ ആ കർമ്മങ്ങൾ നിർത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉടമസ്ഥനായ ആ വിദേശിയുടെ ജോലി നഷ്ടപ്പെട്ടതും അയാളുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടതും. സത്യത്തിൽ ഈ ബ്രോക്കർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അയാൾക്ക് വേണ്ട കാശ് കിട്ടി. പക്ഷേ നഷ്ടപ്പെട്ടത് മുഴുവൻ ഈ വിദേശിക്കാണ്. അയാളുടെ കയ്യിലെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. അയാൾ വാങ്ങിയ കവലയിലെ ആ വീട് ഇന്ന് കാട് പിടിച്ചു കിടക്കുകയാണ്. കാരണം എല്ലാവരും പറയുന്നത് ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്നാണ്. അവിടെ ഒരാൾക്കും താമസിക്കാൻ പറ്റുന്നില്ല. താമസിച്ചാൽ തന്നെ കലഹവും ബുദ്ധിമുട്ടുകളും. അപ്പോൾ പിന്നെ നാട്ടുകാർക്ക് പറഞ്ഞുണ്ടാക്കാൻ മറ്റൊന്നും വേണ്ടല്ലോ. ആ വിദേശി ഇന്ന് കോയമ്പത്തൂർ ഭാഗത്ത് എന്തോ ചെറിയൊരു കച്ചവടവുമായി ജീവിച്ചു പോകുന്നു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാട്ടിലെപ്പോൾ മുട്ടിന് മുട്ടിനാണ് ചാത്തൻ സേവാ മഠങ്ങളും ചാത്തൻ സേവകരും. ഇവരാരും കൃത്യമായ ഉപാസകർ ആവണമെന്നില്ല. കുറച്ചെന്തെങ്കിലും മന്ത്രങ്ങളും തരികിട പരിപാടികളൊക്കെ പഠിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ഉപാസകനാണെന്നും പറഞ്ഞ് കാശ് വാങ്ങി ജീവിക്കലായിരിക്കും ഇവരുടെ മെയിൻ തൊഴിൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചാത്തൻ സ്വാമിയെ വെച്ച് മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കുക. അഥവാ ചാത്തൻ സ്വാമിയെ ഉപയോഗിച്ച് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായ ഒരു കർമ്മിയുടെ സഹായത്തോടെ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ അവിടെയും ഇവിടെയും തൊടാതെ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറും. ഇത് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു കഥയുമായി നമുക്ക് കാണാം.